ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ സമയമാണ്. ദിവ്യകാരുണ്യം നമ്മുടെ ഇടയിലേക്ക്, ഈ അൾത്താരയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ നമുക്ക് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുവാൻ ഇപ്പോൾ ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പുത്രാംഗിക്കാരാധന, യേശുനാഥ അംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. ഓശാന ഹല്ലേലൂയ, 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 ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്ഷ നമ്മളിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കാം. പക്ഷെ നമ്മൾ നോക്കുന്നത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലേക്കാണ്. നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത്, നമുക്ക് വേണ്ടി പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു, അവനാണ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്. അത് നമുക്ക് വേണ്ടി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവയായിട്ട് മാറും. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നൽകിയ വലിയൊരു കൽപ്പന നമ്മൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ ആരാധിക്കണമെന്നുള്ള കൽപ്പന ദൈവം തന്നെ തന്ന കൽപ്പനയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം നമുക്കിപ്പോൾ എടുക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25, 26 വചനങ്ങൾ. പുറപ്പാട് 23-ന്റെ 25-ഉം 26-ഉം വചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവം നൽകിയ വലിയൊരു കൽപ്പന പാലിക്കുന്ന സമയമാണ് ദൈവാരാധനയുടെ സമയം. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. എ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ്. ദൈവാനുഗ്രഹത്തിൻ്റെ
വലിയ ഒരു പാക്കേജാണ് നമ്മളിവിടെ കാണുക. ഈ 2 വചനങ്ങളിൽ 25, 26 വചനങ്ങൾ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ നിന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നെങ്കിൽ അത് ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മളൊക്കെ ആരാധനയെന്ന് വിചാരിക്കുന്നതായിരിക്കണമെന്നില്ല. യഥാർത്ഥമായ ആരാധന നമ്മൾ നടത്തണം. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഒരുപാട് അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കട്ടെ നമ്മൾ ഈ സമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ വേദനകൾ മാറും, രോഗങ്ങൾ സുഖമാക്കപ്പെടും, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഇല്ലാതാകും, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളിനി ദൈവത്തെ നന്നായിട്ട് ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുഴുശക്തിയോടെ, മുഴു ഹൃദയത്തോടെ, വലിയ സ്നേഹത്തോടെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന ആ ഒരു അവബോധത്തോടെ നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി മാറാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ, മധ്യേ വന്നാനുഗ്രഹം ചെയ്തു തന്നിടുമ്പോൾ, മധ്യേ വന്നാനുഗ്രഹം ചെയ്തു തന്നിടുമ്പോൾ നിൻ മക്കൾ ആരാധിക്കും
ആത്മാവിൽ ആരാധിക്കും. നിൻ മക്കൾ ആരാധിക്കും നിന്നെ എന്നും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ. ഹൃദയമുയർത്തി മനമുയർത്തി മുഴുശക്തിയോടെ അല്പസമയം നമുക്കും ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവാനുഗ്രഹം ആഗ്രഹിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. ആരാധിച്ചാൽ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നമ്മെ യഥാർത്ഥ സമ്പന്നരാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ വചനഭാഗത്ത് കണ്ടു, ഈശോയുടെ മുമ്പിൽ നമ്മൾ ചെറുതാകാൻ തയ്യാറായാൽ, എളിമപ്പെടാൻ തയ്യാറായാൽ, അവനിൽ വിശ്വാസം അർപ്പിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നമുക്കായി പ്രവർത്തിക്കും, നമ്മെ സമ്പന്നരാക്കും. 2 കൊറിന്തോസ് 8:9 നമ്മൾ വായിക്കുന്നുണ്ട്, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് നമ്മെ പ്രതി ദരിദ്രനായി. അങ്ങനെ നമ്മെ അവിടുന്ന് സമ്പന്നരാക്കി. നമുക്ക് എളിമപ്പെടാം. യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് 1 കൊറിന്തോസ് 1:5 പറഞ്ഞിട്ടുണ്ട്. വചനത്തിലും വിജ്ഞാനത്തിലും സമ്പന്നരാകുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. യേശുക്രിസ്തു നമ്മെ വചനത്തിലും വിജ്ഞാനത്തിലും സമ്പന്നരാക്കിയിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ സമ്പത്ത് കിട്ടുവാൻ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചനസമ്പത്ത്, ദൈവിക ജ്ഞാനമാകുന്ന സമ്പത്ത്, അതിന് നാം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 4:19 വിശ്വാസത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ദൈവം സമ്പന്നനാണ്, തൻ്റെ സമ്പന്നതയിൽ നിന്നും എന്നെയും സമ്പന്നനാക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. പൗലോസ്ലിയ പറഞ്ഞതുപോലെ നമുക്കും വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികൾ, കടബാധ്യത മൂലം നഷ്ടം തിരിയുന്നവർ, ബിസിനസ് തകർന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്നവർ, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നവർ, കടം മേടിച്ചത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് ലജ്ജ അനുഭവിക്കേണ്ടി വരുന്നവർ, നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് വാഗ്ദാനം ചെയ്ത കാര്യമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം നിറവേറ്റുമെന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ ഞാൻ സുഖപ്പെടുത്തും. നമ്മുടെ രോഗാവസ്ഥകളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പക്ഷെ നമ്മേക്കാൾ ഗൗരവതരമായ രോഗാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമുക്കറിയാവുന്ന മറ്റ് പല വ്യക്തികൾ, മരണത്തോട് മല്ലടിക്കുന്നവർ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവർ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 107 19-20 വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. തങ്ങളുടെ
ദുരിതത്തിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. വചനം മാംസമായവൻ്റെ മുമ്പിലാണ് നമ്മൾ. ഈ സൗഖ്യം നമ്മിലേക്കും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും കർത്താവിന് നമ്മിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത്, അവിടുത്തെ ശക്തി നമ്മിൽ പ്രകടമാകാത്തത് നമ്മുടെ തെറ്റുകളും പാപങ്ങളും കൊണ്ടാണ്. നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം, വിശുദ്ധിയുടെ കുറവ് കൊണ്ടായിരിക്കാം. അതെല്ലാം പരിഹരിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് അനുദപിക്കാം. ചെറുതും വലുതുമായ നമ്മുടെ പാപങ്ങളോർത്ത് അനുദപിക്കാം. കർത്താവേ, ഓരോ നിമിഷവും അങ്ങേ ധ്യാനിച്ചും സ്നേഹിച്ചും ജീവിക്കുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ. ദിവ്യകാരുണ്യ കേന്ദ്രീകൃത ജീവിതം നയിക്കുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ. എൻ്റെ സകല നീക്കങ്ങളും പെരുമാറ്റങ്ങളും കർത്താവെ അങ്ങേ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയായി മാറട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ സകല പാപങ്ങളും തുടച്ചു മാറ്റണമേ എന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപഗാനത്തിൽ പങ്കുചേരാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അല്പസമയം ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരയേണ്ടവർക്ക് കരയാം. അനുതാപത്തോടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടവർക്ക് ഏറ്റുപറയാം. കർത്താവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ, എന്നെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ തന്നെ പാപങ്ങൾ, അതിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങനോട് കരുണ കാണിക്കണമേ. മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്താതെ എന്നെ താങ്ങി നിർത്തുന്നവൻ അങ്ങാണ്. എനിക്ക് തെറ്റുപറ്റി. എൻ്റെ ചിന്തയിൽ, സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ഉപേക്ഷയിൽ എനിക്ക് തെറ്റുപറ്റി. കർത്താവേ, അങ്ങേക്ക് വേദന ജനിപ്പിക്കുന്ന പലതും ഞാൻ ചെയ്യേണ്ടി വന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് വേദന ഉളവാക്കുന്ന പലതും ഞാൻ ചെയ്യേണ്ടി വന്നു. മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ട് ഈശോയുടെ മുമ്പിലിരുന്ന് ഒന്ന് കരഞ്ഞാൽ, അനുതാപത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞാൽ ദൈവത്തിന് അലിവ് തോന്നും. ദൈവം നമ്മളോട് കരുണ കാണിക്കും. ദൈവം നമ്മെ വീണ്ടെടുക്കും. അബോധ്യത്തോടെ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയിൽ പ്രിയരെ, ദൈവം വാഗ്ദാനം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ രോഗികളെ സുഖപ്പെടുത്തും എന്ന് മാത്രമല്ല, അതോടൊപ്പം പറഞ്ഞിരിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാകില്ല. അകാല മരണം നിങ്ങളുടെ ഇടയിൽ സംഭവിക്കില്ല. ഒരുപാട് അനുഗ്രഹങ്ങളാണ് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കുക, ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മെ ഏറ്റെടുക്കും. നമ്മുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കും. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഒരുപക്ഷെ നമുക്കറിയാം. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഗർഭഛിദ്രത്തിൻ്റെ നൊമ്പരത്തിൽ കഴിയുന്ന നിരവധി വ്യക്തികൾ, ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരത്തിൽ കഴിയുന്നവർ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അകാല മരണത്തിൻ്റെ നൊമ്പരത്തിൽ കഴിയുന്നവർ,
ഉറ്റവര്, ഉടയവര്, അകാല മരണം പ്രാപിച്ചതിൻ്റെ വേദന മാറാതിരിക്കുന്നവർ, ഈ കോവിഡ് കാലത്തൊക്കെ അപ്രകാരം വേദനിക്കേണ്ടി വന്ന നിരവധി ആളുകൾ, നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങ് അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടേതായ ചില പ്രത്യേക നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, അത് ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളോ ആവശ്യങ്ങളോ മറ്റു ചില വ്യക്തികൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളതാവാം. അതെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരുണയുള്ള കർത്താവേ, അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈ സമൂഹത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മക്കള്, ഹൃദയപൂർവ്വം അങ്ങയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്ന മക്കള്, ഇവർക്ക് ആവശ്യമായത് എന്തെന്ന് അങ്ങ് അറിയുന്നവനാണ്. ഞങ്ങൾക്ക് ഏറ്റവും നന്മയാകുന്നത് എന്തെന്ന് അങ്ങാണ് അറിയുന്നത്. കർത്താവെ, നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരിടത്തും ഞങ്ങൾക്ക് അഭയമില്ലാത്തപ്പോഴും അങ്ങിൽ ഞങ്ങൾക്ക് അഭയം ലഭിക്കുന്നു. കർത്താവെ, അങ്ങിൽ ശരണം പ്രാപിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, അവിടുത്തെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണീരോടെ അങ്ങ് വിളിക്കുന്ന ഹൃദയ വികാരങ്ങൾ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിന് വേണ്ട സൗഖ്യം നൽകണമേ, മനസ്സിന് വേണ്ട സൗഖ്യം നൽകണമേ, കുടുംബത്തിന് വേണ്ട കൃപകൾ അവിടുന്ന് നൽകണമേ, കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. കർത്താവെ, അങ്ങയുടെ വചനം അയച്ച് ഇവർക്ക് സൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഇവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിലവിളിക്ക്, ഇവരുടെ കണ്ണുനീരിന് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ മക്കളുടെ നിലവിളി കേട്ട് അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും വിശുദ്ധീകരിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങുകയും ചെയ്യാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം, അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം, അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം, അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം.
കനിവിൻ്റെ നിറമാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.